Dear students, today we can discuss a new chapter, production. First of all, we can discuss the what is production and factors of production. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് പ്രൊഡക്ഷൻ എന്നും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയെന്നും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് നമുക്ക് മെമ്മറൈസ് ചെയ്തെടുക്കാം എന്താണെന്ന് ഒന്നും കൂടി അതുവഴി ഒന്ന് പോകാൻ തന്നെ പറയാം. നമുക്ക് ആദ്യം എന്താ പ്രൊഡക്ഷൻ എന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് വാട്ട് ഈസ് പ്രൊഡക്ഷൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എൻ്റർപ്രനേഴ്സ്. ഓക്കെ, അപ്പം ഇതിൻ്റെ നാലെണ്ണം എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് പ്രൊഡക്ഷൻ? എന്താണ് പ്രൊഡക്ഷൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രൊഡക്ഷൻ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ സിംപ്ലി മീൻസ് കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട് അല്ലേ. നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഓൾ ദോസ് തിങ് വിച്ച് എ ഫേം ബൈ ആൻഡ് എംപ്ലോയീസ് ടു പ്രൊഡ്യൂസ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ആർ നോൺ ആസ് ഇൻപുട്ട് അല്ലേ. ഒരു കമ്പനി ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനം ഐറ്റംസ് ആണോ വാങ്ങുന്നത് ആ ഐറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ആർ നോൺ ആസ് ഔട്ട്പുട്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്തുണ്ട്, ഇൻ എക്കണോമിക് സെൻസ് production is the process of transforming tangible and intangible input into goods or services. Okay, so the tangible input include raw material, land, labor and capital. Okay, and the intangible inputs include, what is the intangible inputs, like ideas, informations and knowledge. Okay, so the inputs are known as the factors of production. Okay, clear on the production item. So production can be defined as it is the process of converting the input, that is raw material, into output. Okay, so production may be activity that generate the income. അതാണ് നമ്മളെ കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ പിന്നെന്തൊക്കെയാണ് അതിൽ പറയാനുള്ളത്, പ്രൊഡക്ഷൻ ഈസ് എൻ ഔട്ട്കം ഓഫ് എൻ എക്കണോമിക് ആക്ടിവിറ്റി അല്ലേ. നമ്മൾ എക്കോണമിയിൽ ആക്ടിവിറ്റിയിൽ ഉണ്ടായിന്ന് കാണുന്നുണ്ടെങ്കിൽ എന്താണ്, പ്രൊഡക്ഷൻ വേണം, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റിക്ക് കൂട്ടുന്നത്. സോ ദ പ്രൊഡക്ഷൻ ഈസ് എൻ ഔട്ട്കം ഓഫ് എൻ എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് ദ പ്രൊഡക്ഷൻ ഈസ് ഫർദർ ഡിഫൈൻഡ് ആസ് എനി ആക്ടിവിറ്റി ഡയറക്റ്റഡ് ടുവാർഡ്സ് ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് അതർ പീപ്പിൾ വൺ ത്രൂ ദി എക്സ്ചേഞ്ച് അല്ലേ. പ്രൊഡക്ഷൻ വേറൊരു ഡിഫിനിഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്, വേറെ ഒരാൾക്ക് സാറ്റിസ്ഫാക്ഷൻ നിറവേറ്റുന്നതിന് വേണ്ടി ഏതൊരു ഐറ്റമാണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് അതിന് നമ്മൾ എന്താ പറയാം, പ്രൊഡക്ഷൻ എന്ന് പറയാം. ഡിഫറെൻറ്റ് മീനിങ്സ് അതിന് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് പ്രൊഡക്ഷൻ മീൻസ് എ പ്രോസസ് by which resources, that is man, material, time etc. are transformed into a more useful commodity or services. Okay, or in general production means transforming input into an useful or desired output. For example, steel from iron core. Okay, അപ്പോൾ എന്താ പ്രൊഡക്ഷൻ എന്ന് ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണോ? സോ ഇനി നമുക്ക് എന്താ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ് പറയുന്നത്, നമുക്കറിയാം ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏതൊക്കെ ഐറ്റംസ് ആണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എ റിസോഴ്സസ് യൂസ്ഡ് ഇൻ ദി production. Okay, in other words, the resources required to produce a given product are called factors of production. Okay, these are the input required for the production on goods and services. So in short, anything that used in the production is called എന്താണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏത് ഐറ്റം ആണോ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചതാണ്, അപ്പോൾ ഞാൻ വല്ലാതെ അതിൻ്റെ സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കാൻ മനസ്സിലാവുന്നുള്ളൂ. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിട്ടുള്ള എനിത്തിങ് ദാറ്റ് അസിസ്റ്റ് പ്രൊഡക്ഷൻ ഈസ് ടേംഡ് ആസ് എ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ് ബിക്കം എ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓൺലി വെൻ ഇറ്റ് ഈസ് ആക്ച്വലി അസിസ്റ്റ് ഓർ കോൺട്രിബ്യൂട്ട് ടു പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രം, ഒരു ഐറ്റം എന്നാൽ മാത്രം പോരാ, അത് പ്രൊഡക്ഷൻ പ്രോസസ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ എന്തായി മാറുള്ളൂ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനായിട്ട് മാറുള്ളൂ. ഓക്കെ, ദെൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ദി പാരാമീറ്റർ which affect the output of any production. Okay, factors of productions are the
പാരാമീറ്റേഴ്സ് വിച്ച് അഫക്റ്റ് ദി ഔട്ട്പുട്ട് ഓഫ് എനി പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്ഷൻ്റെ പാരാമീറ്റേഴ്സ് ആയിട്ട് കണക്കാക്കുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കൺസ്യൂമർ ഇറ്റ് നീഡ് ഫോർ ബേസിക് തിങ്സ് വിച്ച് ആർ കോൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെയൊക്കെ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിഫറെൻറ്റ് മീനിങ്സിലായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. So the input decided the quantity of output, that is output depends upon the input. ഓക്കെ, എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഔട്ട്പുട്ട് ഏതിനനുസരിച്ചായിരിക്കും? നമ്മുടെ ഇൻപുട്ടിനനുസരിച്ചായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ അത് മറിച്ചും പറയാം, ഔട്ട്പുട്ട് depends upon the input. Okay, so the input is the starting point at output is the end point of the production process. പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻപുട്ട് ഐറ്റമാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ. ആൻഡ് ഔട്ട്പുട്ട് ഇസ് ദ എൻഡ് ഓഫ് ദ പോയിന്റ് ഓഫ് ദി പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് പ്രൊഡക്ഷനെ സംബന്ധിച്ചിട്ടുള്ള ബേസിക് പ്രൊഡക്ഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണർ. ഓക്കെ, സോ ഐ എം റിപ്പീറ്റ് വൺസ് അഗെയിൻ. ദ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് മെയിൻലി 4 types. ഫസ്റ്റ് വൺ ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണർ. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ ഫസ്റ്റ്ലി വി ക്യാൻ ഡിസ്കസ് വാട്ട് ഈസ് ലാൻഡ്. എന്താ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഭൂമി. ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ലാൻഡ് ഈസ് ദ ഒറിജിനൽ ആൻഡ് പ്രൈമറി ഫാക്ടേഴ്സ് ഓഫ് ദി പ്രൊഡക്ഷൻ. ഓക്കെ, ഇൻ ഓർഡിനറി ലാംഗ്വേജ് എന്താണ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ലാൻഡ് മീൻസ് സർഫേസ് ഓർ എർത്ത് അല്ലെങ്കിൽ സോയിൽ. ഒരു ഭൂമി അല്ലെങ്കിൽ മണ്ണ്, അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാൻഡായിട്ട് പറയുന്നത്. ബട്ട് ഇൻ ദി എക്കണോമിക്സ് the term land include not only the surface of the earth but also the resource above and below the surface of the earth. Okay, so it include all minerals, rivers, seas, oceans, mountains and forest and agricultural land, air, sunshine, etc. So in short, land means all natural resources that is used in the production process or which are not created by a man. Okay, ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റത്തിൽ വരുന്നതാണ് ലാൻഡ്. അതെന്തെല്ലാം മാൻമെയ്ഡ് അല്ല, അത് എന്താണ്? അത് റിസോഴ്സ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നാച്ചുറൽ റിസോഴ്സ് ആണ്. ഇറ്റ് ഈസ് എ നാച്ചുറൽ റിസോഴ്സസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ വിച്ച് ആർ നോട്ട് ദി ക്രിയേറ്റഡ് ബൈ മാൻ. മനുഷ്യനാൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം അല്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലാൻഡ് നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ലാൻഡ് ഈസ് ദ ഒറിജിനൽ ആൻഡ് പ്രൈമറി ഫാക്ടേഴ്സ് ഓഫ് ദി പ്രൊഡക്ഷൻ. ഓക്കെ, വിത്തൗട്ട് ലാൻഡ് ദ പ്രൊഡക്ഷൻ പ്രോസസ് ക്യാനോട്ട് ബി എക്സീഡ് ഫർദർ. ഓക്കെ, നമുക്ക് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് എന്തിൽ വേണം? ഒരു ലാൻഡ് എന്നുള്ളൊരു പ്രോപ്പർട്ടി വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇൻ എക്കണോമിക്സ് ഓൾ നാച്ചുറൽ റിസോഴ്സസ് ദാറ്റ് ആർ അവൈലബിൾ ഓൺ ദ സർഫേസ് ഓഫ് ദി എർത്ത്, ബിലോ ദ സർഫേസ് ഓഫ് ദി എർത്ത് ആൻഡ് എബോവ് ദ സർഫേസ് ഓഫ് ദി എർത്ത്. ഓക്കെ, സോ ആൻഡ് വിച്ച് ആർ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് കോൾഡ് ലാൻഡ്. ഓക്കെ, അപ്പോൾ ലാൻഡ് എന്താണെന്ന് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അതിൻ്റെ പെക്യുലാരിറ്റീസ് ഓഫ് ദ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാൻഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ലാൻഡ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഫ്രം ദി നേച്ചർ. അല്ലേ? വിശദീകരണം വേണ്ടല്ലോ, ക്ലിയർ അല്ലേ? ദെൻ ലാൻഡ് ഹാസ് നോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ലാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ എന്തില്ല? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ദ സപ്ലൈ ഓഫ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ലാൻഡ് ഈസ് എ സബ്ജക്റ്റ് ടു ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ ആൻഡ് ലാൻഡ് ഈസ് എ ഇമ്മൊബൈൽ. ഓക്കെ, ലാൻഡിനെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ദി ലാൻഡ്. ഫസ്റ്റ് വൺ, ലാൻഡ് ഈസ് ദ ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ and the supply of land is fixed and limited. Man cannot be increase it. And land next feature is land is a permanent and it cannot be created or destroyed by the human effort. അല്ലേ? ലാൻഡ് എന്ത് ചെയ്യാൻ പറ്റില്ല? മനുഷ്യനാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ നശിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നമ്മൾ പിന്നെ പറഞ്ഞത് ലാൻഡ് ഈസ് എ ഇമ്മൊബൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാനോട്ട് ബി മൂവ്ഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഓക്കെ, നമുക്കൊരു സ്ഥലത്ത് ലാൻഡ് ഇഷ്ടപ്പെട്ടു, അത് മറ്റൊടത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റുമോ? ഇല്ല, അതൊരു ഇതിൻ്റെ ഫീച്ചറാണ്. ഓക്കെ, ദെൻ പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള ലാൻഡ് ഫീച്ചറായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫെർട്ടിലിറ്റി ഓഫ് ദ ലാൻഡ് വാരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്.
അല്ലേ? ഓരോ മണ്ണിൻ്റെ ഗുണം ഒരു സ്ഥലത്തുള്ള പാടത്തെ മണ്ണ് പോലെയല്ല പറമ്പിലെ മണ്ണ് അല്ലേ? അപ്പം അല്ലെങ്കിൽ ഓരോ ഏരിയത്തെ മണ്ണും മറ്റൊരു മണ്ണും തമ്മിൽ അല്ലെങ്കിൽ ലാൻഡും തമ്മിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദ ഫെർട്ടിലിറ്റി ഓഫ് ലാൻഡ് വേരീസ് ഫ്രം ദി പ്ലേസ് ടു പ്ലേസ്. ദാറ്റ് മീൻസ് ദാറ്റ് ദ ഡിഫറൻസ് പ്ലോട്ട് ഓഫ് ലാൻഡ് ആർ നോട്ട് എ ഹോമോജീനിയസ്. എല്ലാ ലാൻഡും എന്തുമല്ല, ഹോമോജീനിയസ് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ലാൻഡ് ഈസ് എ പാസീവ് ഫാക്ടേഴ്സ് ഓഫ് ദ പ്രൊഡക്ഷൻ ആൻഡ് ലാൻഡ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റ്സെൽഫ്. ടു ഗ്രോ ക്രോപ്പ് ഓർ എക്സ്ട്രാക്ട് മിനറൽസ് ഫ്രം ദി എർത്ത് മാൻ ഹാസ് ടു അപ്ലൈ ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഓക്കെ, ലാൻഡ് സ്വയം ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കതിൽ നിന്ന് ഇൻകം താനെ വരില്ല. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഉപയോഗിക്കണം, നമ്മുടെ ക്യാപിറ്റലും ഉപയോഗിക്കണം, ലാൻഡും അതുപോലെ തന്നെ ലാൻഡിൽ എന്തും കൂടി ഉപയോഗിക്കണം, ലേബറും കൂടി ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അതിൽ നിന്ന് ഇൻകം കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദ നെക്സ്റ്റ് ഫീച്ചർ ഈസ് ലാൻഡ് ഹാസ് നോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ലാൻഡിന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഫീച്ചറായിട്ട് പറഞ്ഞത് ലാൻഡ് ഈസ് എ പ്രൈമറി ഫാക്ടേഴ്സ് ഓഫ് ദി പ്രൊഡക്ഷൻ. ഓക്കെ, ടു സ്റ്റാർട്ട് എനി ബിസിനസ് ഓർ പ്രൊഡക്ഷൻ പ്രോസസ് ദാറ്റ് നീഡ് വിച്ച് ഹെൽപ്പ് ഓഫ് ദി ലാൻഡ്. ഏതൊരു ബിസിനസ് ആയാലും അത് തുടങ്ങണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ലാൻഡ് എന്നുള്ള ഒരു ഐറ്റം വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഞാൻ അടുത്ത ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ പോട്ടെ. ക്ലിയർ അല്ലേ? ഇനി അടുത്തായിട്ടാണ് ഏത്, ലാൻഡ് കഴിഞ്ഞാൽ ലേബർ. ഓക്കെ, ലേബർ എന്താണ്? ലേബർ ഈസ് ദ human factor of the production and it include all the physical and mental activities which are required in the process of factors of production. Factors of productionൽ സഹായത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ അധ്വാനം അല്ലെങ്കിൽ മെൻ്റൽ or ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ലേബർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ലേബർ ഈസ് എ ഹ്യൂമൻ ഫാക്ടർ. ഓക്കെ, സോ ദ ലേബർ ഈസ് എ ലിവിങ് ഫാക്ടേഴ്സ് ഓഫ് ദി പ്രൊഡക്ഷൻ. സോ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഡൈനാമിക് of the factors of production and it is the impossible to produce anything without the labor. Okay, so it is the both means the end of the production. ഓക്കെ, നമുക്ക് ഏതൊരു ഐറ്റം ആയാലും പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവില്ല മാൻ ഇല്ലാതെ. ഓക്കെ, അല്ലെങ്കിൽ ലേബർ ഇല്ലാതെ. ലേബറാണ് മെയിനായിട്ട് പ്രൊഡക്ഷൻ സഹായിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Okay, so in the ordinary language, the term labor means any mental or physical work done by the worker. Okay, but in the economics, the term labor means it is a mental or physical work done by a person with a view to an income. Okay, നമ്മുടെ സാധാരണ ഭാഷയിൽ ലാംഗ്വേജിലെ ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു മെൻ്റൽ ഒരു ഫിസിക്കൽ വർക്ക് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്ക് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലേബർ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എക്കണോമിക്സിൽ ദ ടേം ലേബർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത് എന്തിന് ബേസിലാണ്, വിച്ച് വ്യൂ ടു ഏണിങ് ഇൻകം. ഒരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരാളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, അയാളുടെ ബുദ്ധിയും അല്ലെങ്കിൽ അയാളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേബർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഫ്രീ ലേബർ ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ ലേബർ ഇൻ എക്കണോമിക്സ്. ഒരു ജോലി വെറുതെ ഒരു കൺസിഡറേഷൻ ഇല്ലാതെ എടുക്കുന്ന ആളെ നമ്മൾ എന്ത് പറയില്ല, ലേബർ എന്ന് പറയൂല. ഓക്കെ, അപ്പം ലേബറിന് എക്കണോമിക്സ് ടേംസിൽ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അയാൾ ഒരു ഇൻകം ഏൺ ചെയ്യുന്ന ആളായിരിക്കണം. അതാണ് എക്കണോമിക്സിലെ ലേബർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇൻ ദി വേർഡ്സ് ഓഫ് പ്രൊഫസർ S.E. തോമസ്, ലേബർ കൺസിഡേർഡ് ആസ് ദി ഹോൾ ഹ്യൂമൻ എഫേർട്ട് ഓഫ് ബോഡി ഓർ മൈൻഡ് വിച്ച് ഈസ് അണ്ടർടേക്കൺ ഇൻ ദി എക്സ്പെക്റ്റേഷൻ ഓഫ് റിവാർഡ്. ഓക്കെ, ക്ലിയർ ആണോ? ലേബർ എന്നുണ്ടെങ്കിൽ എക്കണോമിക്സിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് അയാളുടെ മെൻ്റലായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്തിട്ട് ഒരു റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ലേബറിനെ കുറിച്ച് എന്താണ്, ഇൻ എക്കണോമിക്സ് ലേബർ നമ്മൾ പറഞ്ഞ ഐറ്റംസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ലേബർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് എ എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് ദ മാൻ വിത്ത് ഹെഡ് ആൻഡ് ഹാൻഡ്. Okay, the labor is a resource which is used involved in every stages of the production, either in the manufacturing or assembling. It affects the production directly or indirectly. Okay, so the labor can be classified as mainly two types. അല്ലേ, നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട് ലേബർ ചെയ്യുന്ന ഒരു വർക്കിന് ഫിസിക്കലായിട്ടോ മെൻ്റലായിട്ടോ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേബർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദ ലേബറർ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ടു ടൈപ്സ്, മെൻ്റൽ ലേബറർ ആൻഡ് ഫിസിക്കൽ ലേബറർ. ഓക്കെ, ഫിസിക്കൽ ലേബറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അയാളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആളെയാണ് നമ്മളെന്ത് പറയുന്നത്, ഫിസിക്കൽ ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, മെൻ്റൽ ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ബുദ്ധിയും നോളജും സ്കില്ലൊക്കെ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആളെയാണ് നമ്മളെന്ത് പറയുന്നത്, മെൻ്റൽ ലേബർ എന്ന് പറയുന്നത്. ഓക്കെ,
Then we can discuss the features of labor. First one, labor is a human factor. അല്ലേ, പെക്യുലാരിറ്റീസ് ഓഫ് ദ ലേബർ ആയിട്ട് ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ലേബർ ഈസ് എ ഹ്യൂമൻ ഫാക്ടർ. ഓക്കെ, സോ എ ലേബർ cannot work like a machine. He has a emotion like and dislike or like all other human beings. Okay, so first ആയിട്ട് പറഞ്ഞിട്ടുള്ള ലേബർ ഈസ് എ ഹ്യൂമൻ ഫാക്ടർ, ഡസ് നോട്ട് ലൈക്ക് എന്ത് പോലെയല്ല മെഷീനെ പോലെ അയാൾക്ക് എന്ത് ചെയ്യാൻ ചെയ്യില്ല, വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ രണ്ടാമത്തെ ഫാക്ടർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് ഫാക്ടറാണ്. എന്താ ആക്റ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബർ ഈസ് എൻ ആക്റ്റീവ് ഫാക്ടറാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ലിവിങ് ഫാക്ടർ. ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്പ് ഡയറക്ട്ലി ടു പ്രൊഡ്യൂസ് വെൽത്ത് ആൻഡ് ഇറ്റ് ഈസ് ദ ലേബർ വിച്ച് മേക്ക് യൂസ് ഓഫ് ദി അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ആരും നമ്മുടെ ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പെക്യുലാരിറ്റീസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള എന്താണ്, ലേബർ ക്യാനോട്ട് ബി സ്റ്റോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേബർ ഈസ് എ പെരിഷബിൾ. എ മെഷീൻ ഓർ ലാൻഡ് ക്യാൻ ബി സ്റ്റോർഡ്. അല്ലേ, നമുക്കറിയാം മെഷീൻ ആയാലും ലാൻഡ് ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ഥലത്ത് അത് വെക്കാൻ പറ്റും. വെൻ ദർ ഈസ് നോ അഡിക്വേറ്റ് ഡിമാൻഡ്. ബട്ട് ലേബർ ക്യാനോട്ട് ബി stored in this way. Labor does not last. That is, if a worker does not work for a particular day, his labor is wasted or that day. ഓക്കെ, നമുക്കൊരു ദിവസം ചിലപ്പോൾ അയാൾ ലീവായിരിക്കും, അയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു സ്ഥലത്ത് എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ ഫീച്ചേഴ്സ്? ദെൻ ലാസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നോ ടു ലേബർ ആർ ഐഡൻറ്റിക്കൽ. എല്ലാ ലേബറും എന്തല്ല ഒരുപോലെ അല്ല എന്നാണ് പറഞ്ഞത്. ദർ ഈസ് നോ ഹോമോജീനിയസ് നേച്ചർ. ദാറ്റ് ഈസ് ലേബർ ഈസ് ഡിഫറൻറ്റ് ഇൻ ദിയർ എഫിഷ്യൻസി. ദർ ഫോർ ദ വേജ് മേ ബി ഡിഫർ ഫ്രം ദ വർക്കർ ടു വർക്കർ. അതുകൊണ്ട് തന്നെ ലേബർ എല്ലാവരും ഒരുപോലെ അല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വർക്കിലായാലും അതുപോലെ തന്നെ അവരുടെ സാലറിയിലായാലും എന്തുണ്ട്, ഡിഫറെൻ്റ് ആണ്. ഓരോ വർക്കറിനും മറ്റൊരു വർക്കറുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതാണ് പറയുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത് എന്ത്, നോ ടു ലേബേഴ്സ് ആർ ദി ഐഡൻറ്റിക്കൽ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത അതിൽ ഫീച്ചറായിട്ട് പറഞ്ഞിട്ട് ലേബർ ഈസ് എ ഇൻസെപ്പറബിൾ ഫ്രം ദ ലേബറർ. ഓക്കെ, ലേബർ ഹാസ് ടു ഗോ ദ പ്ലേസ് വർക്ക് ഇൻ ഓർഡർ ടു റെൻഡർ ഈസ് സർവീസ്. ഈ കനോട്ട് സെൽ ഈസ് ലേബർ ബൈ സിറ്റിംഗ് അറ്റ് ഹോം. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പറ്റൂല, വീട്ടിൽ നിന്നുകൊണ്ട് അയാളെ വിൽക്കാൻ പറ്റുക, അയാളെ വിൽക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അയാൾ ഫാക്ടറീസ് പ്രൊഡക്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ആ ഫേമുക്ക് വന്നിട്ട് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം എന്നാണ് അതിൽ പറയണത്. അതുപോലെ ദ ലേബറർ സെൽ ഓൺലി ദെയർ സർവീസസ് നോട്ട് ഹിംസെൽഫ്. അയാൾക്ക് അയാൾ സർവീസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെല് ചെയ്യാൻ പറ്റുള്ളൂ. അയാളെ തന്നെ അയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സെൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺലി ദ സർവീസ് ഓഫ് ദ ലേബർ ബോട്ട് ആൻഡ് സോൾഡ് ആൻഡ് നോട്ട് ഫോർ വർക്കർ ആൻഡ് ഹൂ ഈസ് ദ സോഴ്സ് ഓഫ് ദി ലേബർ. ഓക്കെ, അയാൾക്ക് സെല്ലിങ്ങിന് പറ്റില്ല, അയാളുടെ സർവീസ് മാത്രമാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദ ലേബർ ഈസ് എ ലെസ് മൊബൈൽ ദാൻ ക്യാപിറ്റൽ ഓർ അതർ ഗുഡ്സ്. മറ്റുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനേക്കാൾ ലെസ് മൂവബിൾ ആണ് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദ ലേബർ ഇസ് മീൻസ് വെൽ ആസ് എൻ എൻഡ് ഓഫ് ദ പ്രൊഡക്ഷൻ. ഹി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് ഹി ഓൾസോ കൺസ്യൂം ദം. ഓക്കെ, ലേബർ ഇസ് മീൻസ് ആസ് വെൽ ആസ് എൻ എൻഡ് ഓഫ് ദ പ്രൊഡക്ഷൻ ആൻഡ് ഹി പ്രൊഡ്യൂസസ് ഗുഡ്സ് ആൻഡ് ഈസ് ഓൾസോ കൺസ്യൂം ദം. അതാണ് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് ദ ലേബറിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്ത അത് പറയാനുള്ളത് ക്യാപിറ്റലും അതുപോലെ തന്നെ ഓണ്ടർപ്രനറാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ?